കേരള സർക്കാർ ആയുഷ് വകുപ്പ് ഹോമിയോപ്പതിയും നാഷണൽ ആയുഷ് മിഷനും സംയുക്തമായി പുനലൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ സർക്കാർ ഹോമിയോ ആശുപത്രി ഡിസ്പെൻസറിയുടെ സഹകരണത്തോടെ വയോജനങ്ങൾക്കായി മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. പുനലൂർ വിളക്കുവട്ടം ഹെൽത്ത് സെന്ററിൽ വെച്ചായിരുന്നു വയോജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷ ലക്ഷ്യമാക്കി ക്യാമ്പുകൾ സംഘടിപ്പിച്ചത്. കേരളത്തിലെ ആകെ ജനസംഖ്യയുടെ 15% വയോജനങ്ങൾ ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അവരുടെ ആരോഗ്യ സംരക്ഷണം സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഹോമിയോപ്പതി ചികിത്സയും പ്രതിരോധവും വഴി ഇത് സാധ്യമാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് പുനലൂർ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബിജി ഡാനിയൽ പറഞ്ഞു. ആയുഷ് വകുപ്പ് നടപ്പിലാക്കി വരുന്ന വയോജന മെഡിക്കൽ ക്യാമ്പുകൾ മുതിർന്ന പൗരന്മാരെ ഉദ്ദേശിച്ചുള്ളതാണ്. നമുക്കേവർക്കും അറിയാവുന്ന പോലെ ലോക ജനസംഖ്യയുടെ നല്ലൊരു ഭാഗം വേറെ പങ്ക് വയോജനങ്ങളാണ്. അപ്പൊ അവരുടെ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ പലതും അവർ വിസ്മരിക്കുകയും, കാരണം പ്രത്യേകിച്ച് അവരെ ശ്രദ്ധിക്കാനോ അവരുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് പരിഗണിക്കാനോ പറ്റിയ മക്കളോ ഒക്കെ തന്നെ ചിലപ്പോൾ സ്ഥലത്തുണ്ടാവണമെന്നില്ല. അപ്പം ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഇവർ ആരോടും പറയാതെയും ഒക്കെ അങ്ങ് തന്നെ ഉൾക്കൊണ്ടും സഹിച്ചും സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അത്തരത്തിൽ ഉള്ള ഒരു അവസ്ഥയിലേക്ക് ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ആരോടും പങ്കുവെക്കാനില്ലാതാവുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെയുള്ളൊരു അവസ്ഥയ്ക്കാണ് ഈ വയോജന മെഡിക്കൽ ക്യാമ്പിന്റെ പ്രസക്തി ഏറുന്നത്. കാഴ്ചക്കുറവ്, കേൾവിക്കുറവ്, നല്ല സമീകൃത ആഹാരം കഴിക്കാതെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ പേശി സംബന്ധമായ അസ്ഥി സംബന്ധമായോ മറ്റു അസുഖങ്ങൾ, ഇതെല്ലാം വയോജന മെഡിക്കൽ ക്യാമ്പിന്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഹോമിയോപ്പതി മരുന്നുകൾ, സിമ്പിളായിട്ടുള്ള മരുന്നുകൾ ഉപയോഗിച്ച് വളരെ നല്ല രീതിയിലുള്ള ആശ്വാസം എല്ലാ രോഗികൾക്കും നൽകാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള വയോജന മെഡിക്കൽ ക്യാമ്പ് വഴി രോഗിക്ക്, അതായത് വാർദ്ധക്യത്തിലായ മനുഷ്യർക്ക് അവർക്ക് അവരുടെ ഒഴിഞ്ഞുമാറൽ സമൂഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകുന്ന അവസ്ഥയിൽ നിന്ന് ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയും നല്ല സമൂഹത്തിൽ കൂടുതലായിട്ട് ഇടപെട്ടും ഒക്കെ അവർക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും. വാർദ്ധക്യം ഒരു ലാസ്റ്റ് സ്റ്റേജായി, എന്നെ ഇനി ഒന്നിനും കൊള്ളില്ല, തഴയപ്പെട്ടു, ആ ഒരു അവസ്ഥ, ആ ഒരു ചിന്താഗതി മനസ്സിൽ നിന്ന് മാറി നല്ല ആത്മവിശ്വാസത്തോടു കൂടി സമൂഹത്തിൽ നല്ല ജീവിതം നയിക്കുവാൻ ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ ഇവരെ പര്യാപ്തരാക്കുന്നു. ഹോമിയോപ്പതിയുടെ സ്വീകാര്യത വളരെയേറെ കൂടിയിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ നല്ല രീതിയിലുള്ള പരിചരണവും ചികിത്സയും നൽകി രോഗിക്ക് നല്ല ആശ്വാസവും മനോസൗഖ്യവും നൽകാനായിട്ട് ഹോമിയോപ്പതിക്ക് സാധിക്കും. പുനലൂർ നഗരസഭയിൽ 2 ഹോമിയോ സ്ഥാപനങ്ങളാണുള്ളത്. ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയും ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയും. ഡിസ്പെൻസറി നമ്മുടെ പുനലൂർ നഗരസഭയിലെ മാർക്കറ്റ് ജംഗ്ഷനിലെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ 2ാം നിലയിലാണ്. അവിടെ OP സേവനം രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ലഭ്യമാണ്. താലൂക്ക് ആശുപത്രി, ഗവൺമെന്റ് ഹോമിയോ ആശുപത്രി, അത് താലൂക്ക് ആശുപത്രിയാണ്. 25 കിടക്കകളുള്ള ആശുപത്രിയാണ്. ഈ ആശുപത്രിയിൽ 3 സ്പെഷ്യാലിറ്റികൾ ഇന്ന് ലഭ്യമാണ്: തൈറോയിഡ്, അലർജി ആസ്മ, മസ്കുലോസ്കെലിറ്റൽ, പേശി സംബന്ധമായ അസ്ഥി സംബന്ധമായ രോഗങ്ങൾക്കുള്ള ചികിത്സ. കൂടാതെ നിലവിൽ ഇപ്പം ഫിസിയോതെറാപ്പി യൂണിറ്റും ഈ സ്ഥാപനത്തിൽ ഇപ്പം ആരംഭിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സൗജന്യമായി സേവനം ലഭിക്കുന്നത് എല്ലാവരും പരമാവധി ഉപയോഗപ്പെടുത്തി ഈ നല്ല ഒരു സൗഖ്യവും ആത്മവിശ്വാസവും ഒക്കെ നേടിയെടുത്താൽ നല്ലൊരു അവസ്ഥ സമൂഹത്തിൽ സംജാതമാകും എന്ന് വിശ്വസിക്കുന്നു. ഓരോ ക്യാമ്പിലും രോഗനിർണയവും പരിശോധനയും ലബോറട്ടറി സേവനങ്ങളും ബോധവൽക്കരണ ക്ലാസുകളും സൗജന്യമായിട്ടായിരുന്നു ഒരുക്കിയിരുന്നത്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്കായിരുന്നു ക്യാമ്പിൽ പങ്കെടുക്കാനായി അവസരമുണ്ടായിരുന്നത്. വാർദ്ധക്യം ജീവിതത്തിൻ്റെ സ്വാഭാവികവും അവിഭാജ്യവുമായ ഘട്ടമാണ്. അതിനാൽ വാർദ്ധക്യകാലം വെല്ലുവിളികൾ നിറഞ്ഞതുമാണ്. ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിൽ എന്ന പോലെ ജനിതകവും പാരിസ്ഥിതികവും സാമൂഹികവുമായ ഘടകങ്ങൾ വാർദ്ധക്യത്തെയും സ്വാധീനിക്കും. അതിനാൽ ഓരോ വ്യക്തിയുടെയും വാർദ്ധക്യകാല പ്രശ്നങ്ങൾ വ്യത്യസ്തമായിരിക്കും. അതിനാൽ ശരീരത്തിന് പൊതുവെയുള്ള സന്തുലിതാവസ്ഥ നിലനിർത്താനുള്ള കഴിവ് കുറയുന്നതുകൊണ്ട് അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുന്നു. അതോടൊപ്പം പേശികളുടെ ബലക്കുറവും കാഴ്ച പ്രശ്നങ്ങളും കാരണം വീഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇതുകൂടാതെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, അസ്ഥിക്ഷയം, പ്രമേഹം, ശാരീരിക പ്രവർത്തനവും ആരോഗ്യവും, മേധാക്ഷയം തുടങ്ങിയവയും വാർദ്ധക്യത്തിലെ പ്രധാന പ്രശ്നങ്ങളാണ്. അതിനാൽ ജീവിതത്തിലെ ഈ ഘട്ടം ആരോഗ്യപൂർണവും സന്തോഷപ്രദവുമായി ആസ്വദിക്കാൻ ആയുഷ് ചികിത്സാ രീതിയായ ഹോമിയോപ്പതി ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.